ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ അവാർഡുകളെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. വരുന്ന ഏത് PSC എക്സാമിനായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടീച്ചിങ് എക്സാമുകൾക്കും അതുപോലെ നോൺ ടീച്ചിങ് എക്സാമുകൾക്കും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഓസ്കാർ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. ഓസ്കാർ അവാർഡ് ചടങ്ങ് നടക്കുന്നത് ഡോൾബി തിയേറ്റേഴ്സ്, ലോസ് ഏഞ്ചലസ്. അപ്പോൾ എവിടെ വെച്ചാണ് ഓസ്കാർ അവാർഡ് ചടങ്ങ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്റേഴ്സിൽ വെച്ചാണെന്ന് നോട്ട് ചെയ്യുക. ഇനി ആരാണ് ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത്? ഓസ്കാർ അവാർഡ് നൽകുന്നത് AMPAS എന്ന് പറയാം. നമുക്ക് AMPAS, AMPAS, അതിൻ്റെ ഫുൾ ഫോം അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ്. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ്. ഈ 97ാമത് ഓസ്കാർ അവാർഡിൻ്റെ മുഖ്യ അവതാരകനായ വ്യക്തിയാണ് കോനൻ ഒബ്രയാൻ. കേട്ടോ, കോനൻ ഒബ്രയാനാണ് 97ാമത് ഓസ്കാർ അവാർഡിൻ്റെ മുഖ്യ അവതാരകൻ. ഇപ്പോൾ നമ്മുടെ ടെലിവിഷനിലൂടെ ഈ ഓസ്കാർ അവാർഡ് കാണുന്ന ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യൻ ഭാഷയിലൂടെ അഭിവാദ്യം ചെയ്ത ആദ്യത്തെ ഓസ്കാർ അവാർഡ് അവതാരകൻ എന്നുള്ള ഖ്യാതിയും ആർക്ക് തന്നെയാണ്? നമ്മുടെ കോനൻ ഒബ്രയാനാണ്. അദ്ദേഹം ഹിന്ദിയിലൂടെ ഇന്ത്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അപ്പോൾ അതും ഓർത്തിരിക്കേണ്ടതാണ്. 97ാമത് ഓസ്കാർ അവാർഡിൻ്റെ മുഖ്യ അവതാരകനാണ് കോനൻ ഒബ്രയാൻ. അപ്പോൾ അദ്ദേഹം ഹിന്ദി ഭാഷയിൽ ഇന്ത്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു എന്നുള്ള കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. കേട്ടോ, അനോറയാണ് മികച്ച സിനിമ. അത് സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. നമ്മൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ നമ്മൾ നോർമലായിട്ട് സീൻ ബേക്കർ എന്ന് വായിക്കാം. പക്ഷെ അതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഷോൺ ബേക്കർ എന്നാണ്. അപ്പോൾ സംവിധായകൻ്റെ പേര് സീൻ ബേക്കർ എന്നോ ഷോൺ ബേക്കർ എന്നോ തന്നിരുന്നാൽ സെയിം ആണ്. ഇപ്പോൾ മികച്ച സിനിമ അനോറയാണ്. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ അല്ലെങ്കിൽ സീൻ ബേക്കർ ആണ്. മികച്ച നടൻ അഡ്രിൻ ബ്രോഡിയാണ്. മികച്ച നടൻ അഡ്രിൻ ബ്രോഡി. ഏത് സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്? ദ ബ്രൂട്ടലിസ്റ്റ്. സിനിമ ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് അഡ്രിൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച നടി മിക്കി മാഡിസൺ ആണ് മികച്ച നടി. ചിത്രം അനോറയാണ്. അപ്പോൾ അനോറ മികച്ച സിനിമയാണ്. അതിലെ അഭിനയത്തിനാണ് മിക്കി മാഡിസന് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച നടി ആരാണ്? മിക്കി മാഡിസൺ ആണ്. ചിത്രം അനോറയാണ്. ഇനി മികച്ച സംവിധായകൻ, മികച്ച സിനിമയുടെ സംവിധായകനെ തന്നെയാണ് മികച്ച സംവിധായകനായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകൻ. ആരാണ്? ഷോൺ ബേക്കർ ആണ് മികച്ച സംവിധായകൻ. ചിത്രം അനോറയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മികച്ച സിനിമ അനോറയാണ്. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. മികച്ച നടൻ അഡ്രിൻ ബ്രോഡി. അദ്ദേഹത്തിൻ്റെ ചിത്രം ഓർത്തിരിക്കുക, ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ചിത്രത്തിൻ്റെ പേര്, ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മിക്കി മാഡിസൺ. ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. ചിത്രം അനോറ. ഇനി ഈ ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകനും അതുപോലെ മികച്ച തിരക്കഥാകൃത്തും. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ഒക്കെ ചോദിച്ചാൽ അത് ഷോൺ ബേക്കർ തന്നെയാണ്. ചിത്രം അനോറയാണ്. ഇപ്പോൾ മികച്ച തിരക്കഥയെന്നോ മികച്ച സംവിധായകനെന്നോ ചോദിച്ചാൽ ഷോൺ ബേക്കർ ആണ്. ചിത്രം ഏതാണ്? അനോറയാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് അനോറയ്ക്ക് തന്നെയാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അനോറയ്ക്കാണ്. മികച്ച സഹനടൻ കിരാൻ കൽക്കിൻ. അദ്ദേഹത്തിൻ്റെ സിനിമ ഓർത്തിരിക്കുക, എ റിയൽ പെയിൻ. അപ്പോൾ മികച്ച സഹനടൻ ആരാണ്? കിരാൻ കൽക്കിനാണ്. സിനിമ എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽദാനയാണ് മികച്ച സഹനടി. ചിത്രം എമിലിയ പെരസ് എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിനാണ് സോയി സൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച സഹനടൻ കിരാൻ കൽക്കിൻ, എ റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര്. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരസ് എന്നാണ് ആ മൂവിയുടെ പേര്. ഇനി മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
മികച്ച സംഗീതം ഒറിജിനൽ സ്കോർ വിഭാഗത്തിൽ മികച്ച സംഗീതത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഡാനിയൽ ബ്ലംബർഗിനാണ് കേട്ടോ. ഡാനിയൽ ബ്ലംബർഗിനാണ് മികച്ച സംഗീതത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ദ ബ്രൂട്ടലിസ്റ്റ് നമ്മൾ വേറെ എവിടെയാ കണ്ടത്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നൽകിയ അല്ലെങ്കിൽ നൽകാൻ ഇടയാക്കിയ ചിത്രമാണ് ദ ബ്രൂട്ടലിസ്റ്റ്. ആ ബ്രൂട്ടലിസ്റ്റിലെ തന്നെ സംഗീതജ്ഞനാണ് നമ്മുടെ ഡാനിയൽ ബ്ലംബർഗ് എന്ന് പറയുന്നത്. ഇനി ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ച മൂവിയാണ് ഫ്ലോ. ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഫ്ലോയാണ്. ഫ്ലോ. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസ്. ഏതാണ്? ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിൽ നിന്നുള്ള ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന മൂവിയാണ്. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഐ ആം സ്റ്റിൽ ഹിയർ ഒരു ബ്രസീലിയൻ മൂവിയാണ്. ഇനി ഫിലിം എഡിറ്റിങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് അനോറയാണ്. സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ അല്ലെങ്കിൽ സീൻ ബേക്കർ ആണ്. ഫിലിം എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം അനോറയാണ്. മികച്ച ഛായാഗ്രഹകൻ ആരാണ്? ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലോൽ ക്രൗളിയാണ്. മികച്ച ഛായാഗ്രഹകൻ അല്ലെ ആരാണ്? ലോൽ ക്രൗളിയാണ്. ഏതാണ് ചിത്രം? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നതാണ് ചിത്രം. നമ്മുടെ മികച്ച നടനായിട്ട് അഡ്രിൻ ബ്രോഡി തിരഞ്ഞെടുക്കപ്പെട്ട ദ ബ്രൂട്ടലിസ്റ്റിലെ ഛായാഗ്രഹകനാണ് ലോൽ ക്രൗളി. അദ്ദേഹത്തിനാണ് മികച്ച ഛായാഗ്രഹകനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് പോൾ ടെയിൽസ്വെല്ലിനാണ്. വിക്ഡ് എന്നാണ് കേട്ടോ മൂവിയുടെ പേര്. അപ്പോൾ പോൾ ടെയിൽസ്വെൽ ആണ് വസ്ത്രാലങ്കാരം. നമ്മൾ വസ്ത്രങ്ങളൊക്കെ നല്ല വെല്ലായിട്ടാണല്ലേ അടുക്കി വെക്കുന്നത്. അപ്പോൾ പോൾ ടെയിൽസ്വെൽ വെല്ലായിട്ട് വസ്ത്രങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുകയാണെന്ന് നോട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. പോൾ ടെയിൽസ്വെൽ ആണ് വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടിയത്. ഇനി ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയത് നോ അതർ ലാൻഡ്. ഏതാണ്? നോ അതർ ലാൻഡ് ആണ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയത്. വിഷ്വൽ എഫക്റ്റ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയത് ഡ്യൂൺ പാർട്ട് 2 ആണ് കേട്ടോ. വിഷ്വൽ എഫക്റ്റ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയത് ഡ്യൂൺ പാർട്ട് 2. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഈ 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമയാണ് അനോറ. അല്ലെ, അനോറയ്ക്ക് 5 ഓസ്കാർ അവാർഡാണ് കിട്ടിയത്. മികച്ച സംവിധാനം, അതുപോലെ തിരക്കഥ, മികച്ച സിനിമ, മികച്ച മികച്ച നടി, മികച്ച സിനിമ, എഡിറ്റിംഗ് തുടങ്ങിയ 5 വിഭാഗങ്ങളിൽ ഏതാണ് അനോറയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ നമ്മുടെ ആരായിരുന്നു? മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിൻ ബ്രോഡി. അത് ബ്രൂട്ടലിസ്റ്റ് ആയിരുന്നു ചിത്രം. അപ്പോൾ 97ാമത് ഓസ്കാർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കരസ്ഥമാക്കിയ സിനിമയാണ് അനോറ. അനോറയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഏതിനൊക്കെയായിരുന്നു? മികച്ച സംവിധാനം അല്ലെ ഷോൺ ബേക്കറിന് ലഭിച്ചു, മികച്ച തിരക്കഥയ്ക്ക് ലഭിച്ചു, എഡിറ്റിങ്ങിന് ലഭിച്ചു, മികച്ച നടിയായി നമ്മുടെ ആരെ തിരഞ്ഞെടുക്കപ്പെട്ടു? മിക്കി മഡിസനെ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയും അനോറ തന്നെയാണ്. ഇനി ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമയും ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമയാണ് എമിലിയ പെരസ് അല്ലെ. എമിലിയ പെരസ് നമ്മൾ മുൻപ് എവിടെയാ കണ്ടത്? മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സോയി സൽദാനയ്ക്ക് ലഭിച്ചത് എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിനാണ്. അപ്പോൾ ഈ ചിത്രത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശവും ലഭിച്ചത്. 13 വിഭാഗങ്ങളിലായിട്ടാണ് നോമിനേഷൻ ലഭിച്ചത്. ഒരു ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നോമിനേഷൻസ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടെയ്സ്വെൽ ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ വസ്ത്രാലങ്കാരം നമ്മൾ പറഞ്ഞു ആരാണ്? നമ്മുടെ പോൾ ടെയ്സ്വെൽ ആണ് മികച്ച വസ്ത്രാലങ്കാരൻ. അപ്പോൾ ഈ ഒരു വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ എന്നുകൂടി ആര് ചരിത്രം സൃഷ്ടിക്കുന്നു? പോൾ ടെയ്സ്വെൽ ചരിത്രം സൃഷ്ടിക്കുന്നു. ഇനി നമ്മുടെ അഡ്രിൻ ബ്രോഡി മികച്ച നടനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് അഡ്രിൻ ബ്രോഡി. അദ്ദേഹത്തിൻ്റെ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന മൂവിക്കായിരുന്നു അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഈ അഡ്രിൻ ബ്രോഡി മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടുന്നത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. രണ്ടാമത്തെ തവണയാണ്. 2003 ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനും ഇദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അഡ്രിൻ ബ്രോഡിക്ക് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്, മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ 2003 ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു എങ്കിൽ രണ്ടാമത്തെ തവണ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഇപ്പോഴാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്ര വിഭാഗത്തിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് അനുജയാണ്. ഓസ്കാർ എൻട്രി ലഭിച്ചപ്പോൾ അനുജ ഒട്ടനവധി മാധ്യമങ്ങളിലൊക്കെ ഇടം നേടിയിരുന്നു. അപ്പം ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്ര വിഭാഗത്തിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രമാണ് അനുജ. അത് സംവിധാനം ചെയ്തത് ആദം ജെ ഗ്രേവ്സ് ആണ്. ആദം ജെ ഗ്രേവ്സ്. ഇനി 97ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി നമ്മൾ അറിഞ്ഞിരിക്കണം. ലപ്പാട്ട ലേഡീസ് എന്നാണ് ആ ഒരു മൂവിയുടെ പേര്. 97ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ലപ്പാട്ട ലേഡീസ്. അത് സംവിധാനം ചെയ്തത് കിരൺ റാവോയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 97ാമത് ഓസ്കാർ പുരസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. ഈ ഓസ്കാർ അവാർഡ് ചടങ്ങ് നടക്കുന്നത് ഡോൾബി തിയേറ്റേഴ്സ് ലോസ് ഏഞ്ചലസിൽ വെച്ചാണ്. മുഖ്യ അവതാരകൻ ആരായിരുന്നു? കോനൻ ഒബ്രയാൻ ആണ്. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തു. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. മികച്ച സിനിമ അനോറ, സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. മികച്ച നടൻ അഡ്രിൻ ബ്രോഡിയാണ്, ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മിക്കി മെഡിസൺ, ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ആണ്, ചിത്രം അനോറ. ഇദ്ദേഹത്തിന് തന്നെയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും കിട്ടുന്നത്. ഷോൺ ബേക്കറിന് തന്നെയാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം നേടിയത് അനോറയാണ്. മികച്ച സഹനടൻ കിരാൻ കൽക്കിൻ, എ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രത്തിന്. ഇനി സംഗീതം ഡാനിയൽ ബ്ലംബർഗ് ആണ്. അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോയാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വസ്ത്രാലങ്കാരം പോൾ ടെയിൽസ്വെൽ ആണ്. അല്ലെ, ഈ ഒരു വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ അവാർഡ് നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് പോൾ ടെയിൽസ്വെൽ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ അവാർഡ് കരസ്ഥമാക്കിയത് അനോറയാണ്. 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് ലഭിച്ച സിനിമ എമിലിയ പെരസ് ആയിരുന്നു. നമ്മുടെ അഡ്രിൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ 2003 ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന മൂവിക്കായിരുന്നു. ഇനി ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്ര വിഭാഗത്തിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രമാണ് അനുജ. 97ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ലപ്പാട്ട ലേഡീസ്, സംവിധാനം ചെയ്തത് കിരൺ റാവോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 97ാമത് ഓസ്കാർ പുരസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ് എല്ലാ എക്സാമുകൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ചാനലിൽ നമ്മുടെ ടീച്ചിങ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ LP UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും SCRT ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.